Hi students, welcome to Text Tutor Academy. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡെമോക്രസി ആൻഡ് വൈ ഡെമോക്രസി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കൺട്രി നിലവിൽ വരാൻ നമ്മൾ ആഗ്രഹിച്ചത്. നമ്മൾ പണ്ട് മുതലേ നമുക്കറിയാം എന്ന് വെച്ചാൽ ഇന്ത്യ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനും അവരുടെ കൾച്ചറും നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയ കുറെ കഥകൾ നമുക്കറിയുന്നതല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മളൊരു ഡെമോക്രസി വേണം നമ്മുടെ കൺട്രിക്ക് എന്ന് നമ്മൾ ആശിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതിന് പ്രത്യേക ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമുക്ക് ഓരോ സ്റ്റേറ്റ് 29 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് മക്കൾക്ക് അറിയില്ലേ? ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഓരോ മിനിസ്റ്റേഴ്സിനെ നമ്മൾ എലക്ട് ചെയ്തിരുന്നു. എങ്ങനെ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തു. എങ്ങനെയായിരുന്നു നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തത് മക്കളെ? മെയിൻലി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ടേക്ക് പ്ലേസ് ചെയ്തു നമുക്കറിയാലോ. അപ്പൊ അതിൽ മെയിൻലി ആരൊക്കെയായിരുന്നു അതിൽ ടേക്ക് പാർട്ട് ചെയ്തത്? ഗാന്ധിജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു പോലെയുള്ള ആളുകൾ അതിൽ ടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇവരിൽ കുറെ ആളുകൾ 300ഓളം ആളുകളാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്ന് മക്കൾക്ക് അറിയില്ലേ? അതിൽ കുറെ ആളുകളാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യാനും മെമ്പേഴ്സ് ആയിട്ട് നിന്നത്. അവർ കുറെ ഹൂജ് ടാസ്ക് ആണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഹൂജ് ടാസ്ക് അല്ല അവർക്ക് മുന്നിലുള്ളത്. ഒന്നാമത് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ കഴിഞ്ഞ ആ ഒരു ടൈം അല്ലെ. പിന്നെ മെയിൻലി ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ അവർ ബേസിസ് കണ്ടത് മെയിൻലി ഇങ്ങനത്തെ പോവർട്ടി ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുക. അതിന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പലിൽ എല്ലാ വിധത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, എല്ലാവർക്കും മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുക. അതുപോലെ തന്നെ ഡയറക്റ്റീവ് സ്റ്റേറ്റ് പോളിസി. എന്താണ് ഡയറക്റ്റീവ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ പല രീതിയിലുള്ള പോവേർട്ടി ആണെങ്കിലും അൺടച്ചബിലിറ്റി ഒക്കെ അബോളിഷ് ചെയ്തു അല്ലെ. അബോളിഷ് ചെയ്ത് ഒരു പരിധിവരെ അതില്ലാതാക്കി എന്ന് പറയാം. എന്തിലൂടെ? പലതരത്തിലുള്ള സാമൂഹിക സാമ്പത്തിക പദ്ധതിയിലൂടെ അല്ലെ, സോഷ്യോ എക്കണോമിക് റിഫോംസിലൂടെ. ഈ ഒരു സോഷ്യോ എക്കണോമിക് റിഫോംസ് ഒക്കെ എന്തിലൂടെയാ വന്നേ മക്കളെ? ഈ ഒരു ഡയറക്റ്റീവ് സ്റ്റേറ്റ് പോളിസി വഴി ആണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പോ വാട്ട് ഈസ് ഡെമോക്രസി ആൻഡ് വൈ ഡെമോക്രസി? അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ആരാണ്? പറഞ്ഞേ. ഇറ്റ് ഈസ് അവർ നരേന്ദ്രമോദി അല്ലെ. ആൻഡ് അബൌട്ട് ദ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആര്? ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് ഏത് പാർട്ടീനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? ഇറ്റ് ഈസ് BJP ആണ്. വാട്ട് അബൌട്ട് ഇന്ദിരാഗാന്ധി? ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദി ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി. എന്താണ് ഡെമോക്രസി എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ? ഓക്കെ, ഫസ്റ്റ് ടേം, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് വേർ റൂളേഴ്സ് ആർ എലക്റ്റഡ് ബൈ ദ ചോയ്സ് ഓഫ് പീപ്പിൾ. അപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എലക്ഷൻസ് ത്രൂ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതാണ് മെയിൻലി ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആളുകൾ ചൂസ് ചെയ്യുന്ന ആളുകളാണ്. ആളുകൾ ചൂസ് ചെയ്യുന്ന റൂളേഴ്സ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഭരിക്കും എന്നുള്ളതാണ് ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് വാട്ട് അബൌട്ട് സെക്കൻഡ് പോയിന്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ജനാധിപത്യ സർക്കാരും അതുപോലെ തന്നെ ജനാധിപത്യം ഇല്ലാത്ത സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മക്കളെ എന്ന് നമുക്ക് നോക്കിയാലോ? is that the power of electing the representative is in people hands. എന്ന് വെച്ചാല് the difference between democratic and non-democratic government is that power of electing the representative. ഇപ്പോ ഡെമോക്രാറ്റിക് ആണെങ്കിലും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സിലാണെങ്കിലും ഈ പവർ എന്ന് വെച്ചാല് ഈ ആളുകള് റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുകയാണ്. ആളുകളുടെ ചോയ്സിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്നു. ഏതില്? ഡെമോക്രാറ്റിക് ഗവൺമെന്റില്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോ എക്സാമ്പിൾസ് ഓഫ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. അപ്പൊ നമ്മൾ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് മക്കളെ? പറഞ്ഞേ. ഇറ്റ് ഈസ് മെയിൻലി ത്രൂ എലക്ഷൻ അക്കോർഡിംഗ് ടു പീപ്പിൾസ് ചോയ്സ് ദേ എലക്ട് ദിയർ റെപ്രസെന്റേറ്റീവ്സ് അല്ലെ. വാട്ട് അബൌട്ട് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്? അതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻ മ്യാൻമർ എന്ന
കൺട്രിയില് the army controller becomes the ruler. മ്യാൻമർ എന്ന് പറയുന്ന കൺട്രിയില് അവിടെ ആരുടെ ഭരണമായിരുന്നു എന്നാണ് പറയുന്നത്? അതൊരു നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ലെ നോൺ ഡെമോക്രാറ്റിക് നാഷൻ ആയിരുന്നു മ്യാൻമർ എന്ന് പറയുന്നത്. അവിടെ മെയിൻലി അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്, അവിടെ റൂൾ ചെയ്യുന്നത് ആരാണ് മക്കളെ? ഇറ്റ് ഈസ് അവിടെ മിലിറ്ററി റൂൾ ആയിരുന്നു മ്യാൻമറിൽ എന്ന് ആലോചിക്കുക. And people over there have no role to play in electing their representatives എന്നാണ് പറയുന്നത്. അവിടെ ജനങ്ങൾക്ക് ഒരു റോളുമില്ല. എന്തിന്? ആളുകൾക്ക് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കാൻ ഒരു റോളും മ്യാൻമറിൽ ഇല്ല. അവിടെ മിലിറ്ററി റൂളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എവിടെ മക്കളെ? മ്യാൻമറിൽ. ഓക്കെ, മ്യാൻമർ. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് അബൌട്ട് ഇൻ സൗദി അറേബ്യ? അല്ലെ, സൗദി അറേബ്യയിൽ എന്ത് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് അല്ലെ. ഓക്കെ, അവിടെ റെപ്രസെന്റേറ്റീവ്സ് ആർ ഫ്രം റോയൽ ഫാമിലീസ് ലക്ഷറിയസ് ഫാമിലീസിൽ നിന്നുള്ള റൂളേഴ്സ് ആണ് അവിടെ ഭരിക്കുന്നത്. എവിടെ? സൗദി അറേബ്യയിൽ അല്ലെ. പക്ഷെ മ്യാൻമറിൽ എങ്ങനെയാണ്? മ്യാൻമറിൽ ആർമി റൂളാണ്, മിലിറ്ററി റൂളാന്ന് ഓർക്കണം. ആൻഡ് അവിടെ മ്യാൻമറിൽ എലക്ഷൻസ് ത്രൂ ആളുകൾക്ക് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കാനുള്ള അവസരമില്ല. വാട്ട് അബൌട്ട് ഇൻ സൗദി അറേബ്യയിൽ റെപ്രസെന്റേറ്റീവ്സ് ആരാണ്? റൂളേഴ്സ് ഫ്രം റോയൽ ഫാമിലീസ് അല്ലെ. റോയൽ ആയിട്ടുള്ള ഫാമിലീസിൽ നിന്നുള്ള ആളുകളാണ് അവിടെ ഭരണാധികാരികളാവുക. എവിടെ മക്കളെ? ഇറ്റ് ഈസ് ഇൻ സൗദി അറേബ്യ. ഓക്കെ, ദിസ് ഇസ് ദ ബേസ് ഓഫ് വിച്ച് ദേ ക്വാളിഫൈഡ് ടു ബിക്കം കിങ്സ്. ഒരു റോയൽ ഫാമിലിയിൽ ജനിച്ച ആർക്കും സൗദി അറേബ്യയില് ഭരണാധികാരികളായിട്ട് തുടരാം എന്നുള്ളതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ആള് റോയൽ ഫാമിലീസിൽ ഉള്ളതാണോ അവർക്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട്, റൂളർ ആയിട്ട്, സൗദി അറേബ്യത്തെ റൂളർ ആയിട്ട് തുടരാമെന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, here also the people have no role to play in making decisions. ഇപ്പൊ മ്യാൻമറിലായിക്കോട്ടെ സൗദി അറേബ്യയിലായിക്കോട്ടെ അവിടെ ഒന്നും പീപ്പിളിന് ഒരു റോളുമില്ല. എലക്ഷൻസ് ത്രൂ അല്ല അവര് റെപ്രസെന്റേറ്റീവ്സിനെ മ്യാൻമറിലും സൗദി അറേബ്യയിലും തെരഞ്ഞെടുക്കുന്നത് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പം മ്യാൻമറിൽ എന്ത് ടൈപ്പ് ഓഫ് റൂൾ ആണെന്ന് ടീച്ചർ പറഞ്ഞേ? ഇറ്റ് ഈസ് മിലിറ്ററി റൂൾ. വാട്ട് അബൌട്ട് ഇൻ സൗദി അറേബ്യ? സൗദി അറേബ്യയില് ഇറ്റ് ഈസ് ദ കിങ് റൂൾ ആണ് അല്ലെ. ദാറ്റ്സ് ദ മെമ്പേഴ്സ് ഫ്രം റോയൽ ഫാമിലി ബിക്കം ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി ഗവൺമെന്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ട് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി? നമ്മുടെ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ മക്കളെ. ഓക്കെ, ഹിയർ ആർ ഫ്യൂ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നെസസറി ടു ബി ആൻസേർഡ് ഫോർ എ ട്രൂ ഡെമോക്രസി. എങ്ങനെയായിരിക്കണം ഒരു മഹത്തായ ജനാധിപത്യം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയാൽ വിച്ച് ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ടു ബി എലക്ടഡ് ആസ് റൂളേഴ്സ് എന്ന് വെച്ചാൽ ഒരു ട്രൂ ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടെത്തിയേ പറ്റൂ നമ്മള്. ഫസ്റ്റ് വൺ നോക്കുക, വിച്ച് ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ടു ബി എലക്ടഡ് ആസ് റൂളേഴ്സ് എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ആളുകളാണ് ഭരണാധികാരികളായിട്ട് മാറുന്നത് പല രാജ്യങ്ങളിലായിട്ട് എന്നുള്ളതാണ്. And what kind of decisions need to be taken by non-elected officials? ഇപ്പോ നമ്മൾ പറഞ്ഞു മ്യാൻമറിലും സൗദി അറേബ്യയിലും എന്തിന്റെ ബേസിസിലാണ് ആളുകളെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് അല്ലെ. അവിടെയുള്ള അതോറിറ്റീസ് തന്നെയാണ് റോയൽ ഫാമിലീസിൽ നിന്ന് ഒരു മെമ്പറിനെ സൗദി അറേബ്യയിൽ കിങ് ആക്കി മാറ്റുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു തന്നില്ലേ മക്കൾക്ക്. ഓക്കെ, അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് പീപ്പിളിനെയാണ് അവര് ആ ഒരു റൂളർ എന്ന പൊസിഷനിലേക്ക് അവര് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. And in which circumstances an election is to be considered democratic? ഏത് കണ്ടീഷനിലാണ്, ഏത് അവസ്ഥയിലാണ് ഡെമോക്രാറ്റിക് കൺട്രിയിൽ election should be compulsory in order to be electing a representative? നമ്മുടെ ജനാധിപത്യ രാജ്യങ്ങളിൽ എലക്ഷൻസ് നിർബന്ധമായി നടത്തണം, അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്
അല്ലെ? അതിന്റെ ആൻസറും നമ്മൾ കണ്ടെത്തിയിരിക്കണം അല്ലെ? എന്ന് വെച്ചാല് ബ്രിട്ടീഷുകാരുടെ കാലമാണെങ്കിലും മ്യാൻമറിൽ മിലിറ്ററി റൂൾ ആണെങ്കിലും അവർ സൗദി അറേബ്യയില് റോയൽ ഫാമിലീസിൽ നിന്നുള്ള മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് അവരുടെ ചോയ്സിനനുസരിച്ചാണ് വിടുന്നത്. അവിടെ പീപ്പിളിന് ഒരു റോളും ഇല്ല. ആ ഒരു സമയത്താണ് എലക്ഷൻ ഇസ് കമ്പൽസറി എന്ന് പറഞ്ഞിട്ട് ഡെമോക്രാറ്റിക് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങള് മുന്നോട്ട് വെച്ചത് അല്ലെ? Okay, next point. What includes in the electors' population and whether they are equal or have some exemptions? എന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ഇലക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ, റൈറ്റ് ഉണ്ടോ, ആരെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ടോ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പണ്ട് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നെ പണ്ട് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അത്തരത്തിലുള്ള സംവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു പ്രസക്തിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ. ആൻഡ് വാട്ട് ഇസ് എ ഫോം ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്? എങ്ങനെയായിരിക്കണം ഒരു ജനാധിപത്യ സർക്കാർ ഒരു രാജ്യത്ത് രൂപീകരിക്കേണ്ടത് എന്നാണ് കേട്ടോ മക്കളെ ക്വസ്റ്റ്യൻ. ഓൾസോ സ്റ്റേറ്റ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ആൻഡ് ഫ്രീഡംസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ബൈ ദ റെപ്രസെന്റേറ്റീവ് ഹു ഈസ് എലക്റ്റഡ്. എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ അവരെടുക്കുന്ന ഡിസിഷൻസിന് ലിമിറ്റേഷൻസും അതുപോലെ തന്നെ ഫ്രീഡം അല്ലെ? എന്തൊക്കെ ലിമിറ്റേഷൻസും എന്തൊക്കെ തരത്തിലുള്ള ഫ്രീഡംസുമാണ് ഈ ഒരു റെപ്രസെന്റേറ്റീവ്സിന് നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ. ഹൗ മച്ച് ഈസ് നെസസറി ഫോർ എ ഡെമോക്രസി ടു റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് എ സിറ്റിസൺ? എന്ന് വെച്ചാല് ഈ ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഈ ഒരു അവിടെയുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെ? അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ റെപ്രസെന്റേറ്റീവ്സ് ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യേണ്ടത്? ഡിസിഷൻ മേക്കിങ്ങിൽ ലിമിറ്റേഷൻസ് ഉണ്ടോ അല്ലെ? അവർക്ക് ഫ്രീഡം എടുത്ത് തന്നെ പല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇറ്റ് ഈസ് വാട്ട് ഈസ് ദ ഫോം ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആവണമെങ്കിൽ അത് എങ്ങനെയുള്ള സ്ട്രക്ചർ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ഹൗ മച്ച് ഇസ് നെസസറി ഫോർ എ ഡെമോക്രസി ടു റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് എ സിറ്റിസൺസ് അല്ലെ? അവിടെയുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ ബഹുമാനിക്കപ്പെടണമെങ്കിൽ എന്താണ് ഈ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് നാഷൻസ് ചെയ്യേണ്ടത് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇത്തരം പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ട്ടോ. നെക്സ്റ്റ് വൺ. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെ ഡിസിഷൻസ് ആണ് ഈ ഒരു എലക്ട് ചെയ്യപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ. ഫസ്റ്റ് വൺ. ഓക്കെ. പാകിസ്ഥാനി ജനറൽ പർവേസ് മുഷറഫ് ഇൻ ഒക്ടോബർ 1999. ആരാണ്? പാകിസ്ഥാനി ജനറൽ ആയിട്ടുള്ള അല്ലെ? ജനറൽ എന്ന് പറയുമ്പോൾ മിലിറ്ററി. പർവേസ് മുഷറഫ് ഒക്ടോബർ 1999 led the military and overthrew a democratic government. എന്ന് വെച്ചാൽ പാകിസ്ഥാനി ജനറൽ എന്ന് പറയുമ്പോൾ ആ ഒരു മിലിറ്ററി ഗ്രൂപ്പിന്റെ ലീഡർ ആയിട്ടുള്ള പാകിസ്ഥാനിലുള്ള മിലിറ്ററി ജനറൽ ആയിട്ടുള്ള പർവേസ് മുഷറഫ് എന്ന ആള് ഏത് വർഷമാണ്? ഒക്ടോബർ 1999 അവിടെയുള്ള പാകിസ്ഥാനിലുള്ള ജനാധിപത്യ സർക്കാർ അവര് ഫുള്ളായിട്ട് അവിടുന്ന് റിമൂവ് ചെയ്തു, ഇല്ലാതാക്കി. ആൻഡ് ഡിക്ലെയർഡ് ഹിംസെൽഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. എന്നിട്ട് ഇവര് തന്നെ അവിടെയുള്ള ഗവൺമെന്റിന്റെ റൂളേഴ്സ് ആയി മാറി. അവിടെ മിലിറ്ററി റൂൾ എക്സിസ്റ്റ് ചെയ്തു, ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അവിടെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് പാകിസ്ഥാനി ജനറൽ ആയിട്ടുള്ള പർവേസ് മുഷറഫ്
ഏത് വർഷം? ഒക്ടോബർ 1999 അവര് പറഞ്ഞു അവരുടെ മിലിറ്ററി റൂളാണ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ആ ജനാധിപത്യ സർക്കാർ മുഴുവനായിട്ട് അവർ തുടച്ച് നീക്കിയിട്ട് അവരുടെ മിലിറ്ററി റൂളായി മാറി. എന്നിട്ട് ഇവര് തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ആയി മാറി എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിലെ ഒരു അവസ്ഥയാണ് പറയുന്നത്. പിന്നെ 2002 ആവുമ്പോഴേക്ക് ഇദ്ദേഹം എന്ത് മാറ്റം വരുത്തി എന്നാണ് പറയുന്നത്? പാകിസ്ഥാനില് he changed his designation to president. അങ്ങനെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നൊരു പദവിയിലായിരുന്നു ആര് ഇരുന്നിരുന്നത്? പാകിസ്ഥാനി ജനറൽ ആയിട്ടുള്ള പെർവേസ് മുഷറഫ് ഇരുന്നിരുന്നത് അല്ലെ. അപ്പോ അദ്ദേഹം പിന്നെ 2002 ആയപ്പോഴേക്ക് ഏത് പൊസിഷനിലേക്കാണ് മക്കളെ ചേഞ്ച് ചെയ്തത്? പ്രസിഡന്റിന്റെ പൊസിഷനിലേക്കാണ് ചേഞ്ച് ചെയ്തത് അല്ലെ. ഓക്കെ. ആൻഡ് ഡിക്ലെയർഡ് ഹിംസെൽഫ് an additional 5 years. എന്നിട്ട് അദ്ദേഹം തന്നെ 5 വർഷത്തേക്ക് പ്രസിഡന്റ് ആയി, പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയി തുടർന്നു എന്നാണ് കേട്ടോ പറയുന്നത് മക്കളെ. അപ്പോ എലക്ടഡ് ലീഡേഴ്സ് എന്തൊക്കെ ഡിസിഷൻസ് ആണ് മേക്ക് ചെയ്തത്? ഫസ്റ്റ് ആണ് നോക്കുക, പാകിസ്ഥാനി ജനറൽ ആയിട്ടുള്ള പെർവേസ് മുഷറഫ് ഒക്ടോബർ 1999 അദ്ദേഹം എന്ത് ഡിസിഷൻ എടുത്തു? ഈ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അവിടെ ചേഞ്ച് ചെയ്തിട്ട് മിലിറ്ററി റൂൾ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ പെർവേസ് മുഷറഫ് അവിടുത്തെ ആരായി മാറി മക്കളെ? അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് പൊസിഷൻസ് എടുത്തു. പിന്നെ 2002 ആവുമ്പോഴേക്ക് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തു. ചീഫ് എക്സിക്യൂട്ടീവിൽ നിന്ന് ഏത് റോളിലേക്കാണ് അദ്ദേഹം ചേഞ്ച് ആയത്? പ്രസിഡന്റ് റോളിലേക്കാണ് അല്ലെ. പ്രസിഡന്റ് റൂൾ അദ്ദേഹം എത്ര വർഷത്തേക്ക് എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ? ഇറ്റ് ഈസ് 5 years. അതും ഓർക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ്, ഇൻ ദ ഇയർ ആഗസ്റ്റ് 2002, ആഗസ്റ്റ് 2002 എന്ത് മാറ്റങ്ങളാണ് വന്നത് മക്കളെ? നോക്കിയാലോ. ഹി പാസ്ഡ് the Leo Framework Order, which stated that President can dismiss the national and provincial assemblies. എല്ലാ വിധത്തിലുള്ള ദേശീയ എല്ലാ വിധത്തിലും നാഷണൽ ആയിട്ടുള്ള പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള അസംബ്ലീസ് ആർക്ക് ഇല്ലാതാക്കാൻ പറ്റും, ഡിസ്മിസ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്ന, പ്രസിഡന്റിന് ഡിസ്മിസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഓർഡർ ആര്? പെർവേസ് മുഷറഫ് ആഗസ്റ്റ് 2002 കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് പോയിന്റ്? ആഫ്റ്റർ ഇലക്ഷൻസ് the elected candidates vested some powers. നമുക്കറിയാം എലക്ഷൻ കഴിഞ്ഞാല് ആര് ജയിക്കുന്നോ അവരുടെ കൈമേലാണ് പവർ ഉണ്ടാവുക അല്ലെ. പിന്നെ the final power is rested with military officers and General Musharraf. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള പവേഴ്സും ആരുടെ കയ്യിലാണെന്ന് നമ്മൾ പറഞ്ഞ പാകിസ്ഥാനില് ഈ ഒരു മുഷറഫ് അല്ലെ, നമ്മുടെ ഈ ഒരു പാകിസ്ഥാന്റെ ജനറൽ ആയിട്ടുള്ള മുഷറഫിന്റെയും അവരുടെ ഓഫീസേഴ്സിന്റെയും കയ്യിലാണ് പവർ ഉള്ളത്. എന്തുകൊണ്ടാണ്? പാകിസ്ഥാനിൽ മിലിറ്ററി റൂളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മുഷറഫ് എന്തുകൊണ്ട് ഒരു ഓർഡർ കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് എന്തുള്ളൂ? റോൾ ഉള്ളൂ. എല്ലാ വിധത്തിലുള്ള നാഷണൽ ആയിട്ടുള്ള പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള അസംബ്ലീസ് ഡിസ്മിസ് ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മിലിറ്ററി റൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം മക്കളെ? പാകിസ്ഥാൻ ഇസ് നോട്ട് എ ഡെമോക്രാറ്റിക് കൺട്രി. പാകിസ്ഥാൻ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അല്ലെ. Next one. Okay. Free and fair electoral competition. ഫ്രീ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഇലക്ട്രൽ കോമ്പറ്റീഷൻ എവിടൊക്കെയാണ് നടന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ മക്കളെ. ഓക്കെ. ഫസ്റ്റ് വൺ നമുക്ക് ചൈന തന്നെ എടുക്കാം. In China, to elect members for the country parliament, which is called Congo Renmin Daibio Daowi National People's Congress എന്നാണ് അതിന്റെ ഇത്. എലക്ഷൻസ് ആർ ഹെൽഡ് എവറി 5 years. ചൈനയില് എലക്ഷൻസ് എല്ലാ 5 വർഷവും എലക്ഷൻസ് നടത്തുമെന്നാണ് പറയുന്നത്. ചൈനയില് കൺട്രിയിലുള്ള മെമ്പേഴ്സിനെ പാർലമെന്റിലേക്ക് മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പേര് പറയും. അതാണ് കോൺഗോ റെൻമിൻ ഡായ്ബിയോ ഡാവുജി. ഓക്കെ.
അതിന് പറയുന്ന ഷോർട്ട് ഫോം ആണ് എന്ത്? അത് കോങ്കോ റെൻമിൻ ഡായ് ബിയോ ദാവുജി എന്ന് പറയുന്ന ചൈനീസ് ലാംഗ്വേജിലുള്ള ഇതായിരിക്കും. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിൽ അതിന് പറയും നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നാണ് പറയുക. അങ്ങനെ ഒരു ഫോം ചെയ്യും. ആ ഒരു ഇതിലാണ്, ആ ഗ്രൂപ്പിലാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് പാർലമെന്റിന്റെ മെമ്പേഴ്സ് ആയി തുടരുന്നത് എന്നുള്ളത്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയുന്നത് എലക്ഷൻസ് 5 വർഷം കൂടുമ്പോൾ ചൈനയിൽ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് മക്കളെ. പിന്നെന്താണ്? കാൻഡിഡേറ്റ് നീഡ്സ് ടു ബി എ മെമ്പർ ഓഫ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. ഈ ഒരു പാർലമെന്റിന്റെ MPs ആയിട്ട് മാറണമെങ്കിൽ ആ ഒരു മെമ്പർ ഏത് പാർട്ടിയിലുള്ള മെമ്പർ ആയിരിക്കണം എന്നാണ് ചൈനീസുകാർ പറയുന്നത് അല്ലെ. കാൻഡിഡേറ്റ്സ് നീഡ്സ് ടു ബി ഇൻ ചൈനീസ് Communist Party or 8 of its allies to contest elections in 2002 to 2003. Okay. അങ്ങനെയാണ് ഈ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർക്ക് എന്തില് ഇതാവാൻ പറ്റൂ? ഈ ഒരു എലക്ഷൻസിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ചൈനയിലുള്ള പാർലമെന്റിലെ മെമ്പേഴ്സ് ആവണമെങ്കിൽ ആ ഒരു ഒരു യൂണിയനെ പറയുന്ന പേരാണ് കോങ്കോ റെൻമിൻ ഡായ് ബിയോ ദാവി എന്ന് പറയുന്നത്. അതിനെ പറയുന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ചൈനയില് എലക്ഷൻസ് ആർ ടു ബി ഹെൽഡ് എവറി 5 years. എല്ലാ 5 വർഷം കൂടുമ്പോൾ ചൈനയിൽ എലക്ഷൻസ് കണ്ടിന്യൂ ചെയ്യും. അവിടെ പാർലമെന്റ് ഫോം ചെയ്യുന്ന എലക്ട് ചെയ്യുന്ന എന്നുവെച്ചാൽ മെമ്പേഴ്സ് ആക്കേണ്ട പാർലമെന്റിലുള്ള അവര് ഏതിലാണ്? അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ പറയാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന്. പിന്നെ ഇതില് ഈ പാർലമെന്റ് മെമ്പേഴ്സ് ആവേണ്ട കാൻഡിഡേറ്റ്സ് ഏതിലും കൂടെ മെമ്പേഴ്സ് ആവണം എന്നാണ് മക്കളെ പറയുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അവർ അംഗത്വം നേടിയിരിക്കണം എന്നാണ് പറയുന്നത്. And the Communist Party used to form the government. ഈ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ചൈനയില് ചൈനീസ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മെക്സിക്കോത്തെ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Since independence 1930, Mexico presidential election have been held every 6 years. അല്ലെ. അപ്പൊ 1930 വരെയുള്ള ആ ഒരു ടൈമില് മെക്സിക്കോയില് പ്രസിഡൻഷ്യൽ എലക്ഷൻസ് നടന്നിരുന്നു. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന എലക്ഷൻസ് എല്ലാ 6 വർഷം കൂടുമ്പോൾ മെക്സിക്കോയില് നടക്കാറുണ്ടായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. Okay, until 2000, each and every election was won by pre-institutional revolutionary party. അങ്ങനെ 2000 വരെയുള്ള വർഷങ്ങളിൽ ഏത് പാർട്ടിയാണ് കൂടുതൽ മെജോറിറ്റി നേടിയിരുന്നത് എന്നാണ് പറയുന്നത് മക്കളെ. ഏത് പാർട്ടിയാണ് പറഞ്ഞേ? ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷണറി പാർട്ടിയാണ് കൂടുതൽ മെജോറിറ്റി പ്രസിഡൻഷ്യൽ എലക്ഷൻസിൽ നേടിയിരുന്നത് എന്നാണ് പറയുന്നത്. ഏത് വർഷം വരെ? 2000 വരെ. ഏത് പാർട്ടിയാണ് മെക്സിക്കോയിൽ മെജോറിറ്റി നേടിയത് പ്രസിഡൻഷ്യൽ എലക്ഷൻസിൽ? ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷണറി പാർട്ടി എന്ന് മനസ്സിലാക്കുക. Okay, a fair and free electoral competition where the existing ruling party has a fair chance to lose is an aspect of democracy. എന്ന് വെച്ചാൽ ഇപ്പൊ റൂൾ ചെയ്യുന്ന പാർട്ടിക്ക് അവരുടെ ഭരണം തുടരാൻ പിന്നെ പറ്റില്ല, ആ ഒരു ചാൻസ് നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ ഓഫ് ഡെമോക്രസി, ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഇറ്റ് ഈസ് ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? മെക്സിക്കോയില് എല്ലാ 6 വർഷം കൂടുമ്പോൾ എന്ത് നടത്തും? പ്രസിഡൻഷ്യൽ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യും എന്നല്ല ടീച്ചർ പറഞ്ഞത്. അപ്പോ 1930 to 2000 വരെ ആരായിരുന്നു മെജോറിറ്റി വോട്ട് നേടിയിരുന്നത്? ആർക്കായിരുന്നു? ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷണറി പാർട്ടി എന്ന് ഓർക്കുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ഫെയർ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രൽ കോമ്പറ്റീഷൻസ് നടന്നിട്ടുള്ള ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന 2 രാജ്യങ്ങളെ പേര് പറഞ്ഞ മക്കളെ. ഓർത്ത് ഷടപെടാന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെ. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാം. One person
and one vote, one value. Okay. Political equality is the basis of democracy. എന്താണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും, എല്ലാ പാർട്ടിക്കും ഒരേ തരത്തിലുള്ള തുല്യത ഉണ്ടായിരിക്കണം. ഒരു മെജോറിറ്റി പാർട്ടിക്ക് കൂടുതൽ ഫ്രീഡം കൊടുത്ത് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സും കൂടെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ. In a few instances where equal rights are denied have been observed. എന്ന് വെച്ചാല് മെന്നും വിമനും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഒരു കോൺസെപ്റ്റില് അല്ലെങ്കിൽ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. പക്ഷേ വുമൻ ഹാഡ് നോ റൈറ്റ് ടു വോട്ട് അണ്ടർ 2015 ഇൻ സൗദി അറേബ്യ. സ്ത്രീകൾക്ക് 2015 വരെ സൗദി അറേബ്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്നതാണ് പരിതാപകരം അല്ലെ. ഓക്കെ. അപ്പൊ എന്താണ് പറഞ്ഞത്? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാവണമെങ്കിൽ, ആ ഒരു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യണം. മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ നോക്കുക, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ 2015 വരെ എന്തായിരുന്നു? സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് വൺ. ഇനി വേറൊരു രാജ്യത്തിനെ കുറിച്ച് നോക്കുകയാണ്. എസ്റ്റോണിയ എന്ന് പറയുന്ന കൺട്രിയില് സിറ്റിസൺ റൂൾസ് മെയ്ഡ് ഇൻ വെരി മച്ച് ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ഫ്രം റഷ്യൻ മൈനോറിറ്റീസ് ടു ഗെയിൻ ദ റൈറ്റ് ടു വോട്ട് അല്ലെ. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സിറ്റിസൺ റൂൾസ് എസ്റ്റോണിയയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് റഷ്യൻ മൈനോറിറ്റീസിന് വോട്ട് ചെയ്യാനുള്ള അവകാശം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത്രയൊന്നും എന്ന് വെച്ചാൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവകാശം നേടിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എസ്റ്റോണിയയിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഗെറ്റ് ദ റൈറ്റ് ടു വോട്ട് എന്നാണ് പറയുന്നത്. Okay, what about Fiji? Fiji's electoral system gave more value to indigenous Fiji than Indian Fijian. Okay, and these are some examples which contradict the basis of democracy. An adult citizen must have one vote with equal value. അല്ലെ, നമ്മൾ ഇന്ത്യൻ ഡെമോക്രസിയിൽ പറയുന്നത് എന്താണ്? അഡൾട്ട് സിറ്റിസണ് എന്തുണ്ടായിരിക്കും? വൺ വോട്ട് വിത്ത് ഈക്വൽ വാല്യൂ ഷുഡ് ബി ദർ എന്നാണ് പറയുന്നത്. എസ്റ്റോണിയയില് എന്ന് വെച്ചാൽ റഷ്യൻ മൈനോറിറ്റീസിന് വോട്ടവകാശം നേടിയെടുക്കുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വാട്ട് അബൌട്ട് ഇൻ ഇന്ത്യയില് there should be any adult citizen must have one vote, one value should be there അല്ലെ. one vote with equal value, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്ന, എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുള്ള സിറ്റിസൺസ് ആയിട്ട് മാറി ഇന്ത്യൻ സിറ്റിസൺസ് അല്ലെ ആഫ്റ്റർ when India become a democratic nation. ഓക്കെ, ഫിജി എന്ന് പറയുന്ന കൺട്രിയിൽ ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻഡിജീനിയസ് ഫിജീസ് ആണ്, ട്രഡീഷണൽ ആയിട്ട് നിലനിൽക്കുന്ന കുറെ മുന്നേ നിൽക്കുന്ന പ്രാചീനമായിട്ടുള്ള ആളുകൾക്ക് അല്ലെ ഇൻഡിജീനിയസ് സിറ്റിസൺസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് അവർക്ക് വോട്ടിംഗ് വാല്യൂ, വോട്ടിംഗ് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരുന്നു ഫിജിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ the rule of law and respect for rights. ഓക്കെ, എന്തൊക്കെ നിയമങ്ങളാണ് നിലനിന്നത്? നമുക്കുള്ള അവകാശങ്ങൾ അല്ലേ അത് ബഹുമാനിക്കപ്പെടേണ്ടതല്ലേ? നമുക്ക് നോക്കിയാലോ. ഇൻ ദ ഇയർ 1980 എന്ന് പറയുന്ന വർഷത്തില് സിംബാബ്വെ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, 1980 ഏത് രാജ്യം സ്വാതന്ത്ര്യം നേടിയത് മക്കളെ? സിംബാബ്വെ. ഇറ്റ് ഈസ് ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1980 എന്ന് ഓർക്കുക. ഓക്കെ, ദ ലീഡർ റോബർട്ട് മുഗാബെ ഓഫ് ZANU-PF party which led for the freedom struggle ruled the country. ആര് നയിച്ച ഫ്രീഡം സ്ട്രഗിൾ കാരണമാണ് 1980 സിംബാബ്വെ എന്ന കൺട്രിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മക്കളെ? ഇറ്റ് ഈസ് റോബർട്ട് മുഗാബെന്റെ ഫ്രീഡം സ്ട്രഗിൾ ആണ്. അദ്ദേഹം ഏത് പാർട്ടിയിലുള്ള ആളായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ZANU-PF പാർട്ടി. ZANU-PF പാർട്ടി. ഓക്കെ, നെക്സ്റ്റ്
പ്രസിഡന്റ് മുഗാബെ, സിംബാബ്വേത്തെ പ്രസിഡന്റ് ആയിരുന്നു മുഗാബെ. ഓക്കെ, used malpractices in elections so that ZANU-PF always won. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും അദ്ദേഹം യൂസ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഇലക്ഷൻസിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. ആര്? ഇറ്റ് ഈസ് മുഗാബെ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? സിംബാബ്വെ 1980 സ്വാതന്ത്ര്യം നേടി. ആ രാജ്യം 1980 സ്വാതന്ത്ര്യം നേടി. അപ്പൊ അവിടുത്തെ ലീഡർ ആയിരുന്ന റോബർട്ട് മുഗാബെ ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ച ആളായിരുന്നു? ഇറ്റ് ഈസ് ZANU-PF പാർട്ടി. ഓക്കെ, വിച്ച് ലെഡ് ഫോർ ദ ഫ്രീഡം സ്ട്രഗിൾ. അങ്ങനെ കൺട്രിയിൽ ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടാവാൻ കാരണം, അവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യാൻ കാരണമൊക്കെ ഈ ഒരു മുഗാബെ ആയിരുന്നു. ഏത് മുഗാബെ? റോബർട്ട് മുഗാബെ. ഓക്കെ, അദ്ദേഹം ഇലക്ഷൻസിലൊക്കെ എല്ലാ തവണയും ജയിച്ചിരുന്നത് കുറെ മാൽ പ്രാക്ടീസസ് അദ്ദേഹം ഫോളോ ചെയ്തു. പലതരത്തിലുള്ള കളത്തരത്തിലൂടെ തന്നെയായിരുന്നു അദ്ദേഹം പല വിജയങ്ങളും കൈയടക്കിയിട്ടുള്ളത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Only the verdicts of the ruling party were presented by television and radios, and since a law existed that restricted the right to criticize the president, എല്ലാ വിധത്തിലുള്ള പാർട്ടിന്റെ പോളിസീസും ഒക്കെ ടെലിവിഷനിലും റേഡിയോസിലും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്തെങ്കിലും നിയമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇതില്, എന്നുവെച്ചാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ലോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? റിസ്ട്രിക്ട് ചെയ്യാം, ഇല്ലാതാക്കാൻ പറ്റും നമുക്ക്. എന്നിട്ട് പ്രസിഡന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവസരവുമുണ്ട് അല്ലെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Harassment was done to the independent journalist who talked against the government. അപ്പൊ ആരാണോ ഗവൺമെന്റിന്റെ പോളിസീസിന്റെ മേല് അതിക്രമിച്ചു പല പരാമർശങ്ങൾ നടത്തുന്നത്, ആ ഒരു മീഡിയനെ ഇല്ലാതാക്കാനും ഗവൺമെന്റ് മറന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പലതരത്തിലുള്ള പോളിസീസും ലോസും ആളുകൾക്ക് അംഗീകരിക്കാൻ പെടാത്ത ലോസ് ഒക്കെ അവരെന്ത് ചെയ്യും? റെസ്ട്രിക്ട് ചെയ്യും. ഇറ്റ് ഈസ് ത്രൂ ടെലിവിഷൻ ആൻഡ് റേഡിയോസ് ദേ വിൽ കമന്റ്സ്, they will make certain comments. പക്ഷെ ഏത് മീഡിയ ആണ് ഇവർക്കെതിരെ, ഗവൺമെന്റിനെതിരെ പലതരത്തിലുള്ള ഹറാസ്മെന്റ്സ് കൊണ്ടുവരുന്നത്, ആ മീഡിയാസ് ഒക്കെ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യും ഗവൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, hence in a democratic government, എന്താണ് നമുക്ക് ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് ഡിസ്കസ് ചെയ്താലോ മക്കളെ? ഇറ്റ് ഈസ് മേജർ ഡിസിഷൻസ് വെർ ടേക്കൺ ബൈ ദ റൂളേഴ്സ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ആളുകൾ ചൂസ് ചെയ്യുന്നത്, ഇലക്ഷൻസിലൂടെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന റെപ്രസെന്റേറ്റീവ്സ് ആണ് മെമ്പർ ഓഫ് പാർലമെന്റിന്റെ MPs ആയി വരിക, മിനിസ്റ്റേഴ്സ് ആയി വരിക അല്ലെ. സെക്കൻഡ് വൺ, ഫെയർ ചോയ്സ് ഓഫ് പീപ്പിൾ ഇൻ ചേഞ്ചിങ് റൂളേഴ്സ്. എന്ന് വെച്ചാൽ ആളുകളുടെ കൈകളിലാണ് ഏത് റൂളേഴ്സിനെ എലക്ട് ചെയ്ത് ആ പൊസിഷനിൽ എത്തിക്കണം എന്നുള്ളത് അല്ലെ. ഇറ്റ് ഈസ് എ ചോയ്സ്, ഫെയർ ചോയ്സ് ഓഫ് ദി പീപ്പിൾ അല്ലെ. ഓക്കെ, പിന്നെ what is the some of the arguments against democracy? ജനാധിപത്യത്തിന് എതിരെയുള്ള ചില ആർഗ്യുമെന്റ്സ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, political competition and power play can take dominance over morality. എന്താണ്? പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത് അല്ലെ. പലതരത്തിലുള്ള സബ്ജക്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പല ചേഞ്ചസ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് പല പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ഇലക്ഷൻ ടൈമിൽ വീടുകൾ തോറും കയറിയിട്ട് വോട്ട് ചോദിക്കുന്നത്. അത് നമ്മുടെ മൊറാലിറ്റിക്ക് തന്നെ ചില ഡീമെറിറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ കൺസൾട്ടേഷൻ. നമുക്ക് ഒരാൾക്ക് എന്ന് വെച്ചാൽ എല്ലാവരും ഒരു പ്രൈം മിനിസ്റ്ററിന് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ അവിടെയുള്ള അതായത് മിനിസ്റ്റേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം എടുക്കാൻ അല്ലെ. അപ്പൊ ആ ഡിസിഷൻ മേക്കിംഗ് വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോ ഒരു എക്സിസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ തന്നെ പ്രസിഡന്റിന്റെ പോവും, ലോക്സഭയിൽ ആ ഒരു ബില്ല് സ്പീക്കറിന്റെ അതിൽ വരും, പിന്നെ രാജ്യസഭയിൽ അതൊരു ഡിസ്കഷൻ വന്ന പ്രസിഡന്റിന്റെ ഒരു സൈന് കിട്ടിയാൽ ആ ഒരു ലോ ആവുള്ളൂ. അതാണ് മൾട്ടിപ്പിൾ കൺസൾട്ടേഷൻ ഷുഡ് ബി ദേർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ lack of knowledge in the public interest can result in wrong decision making. എന്ന് വെച്ചാൽ ഇലക്ഷൻസിലൂടെ ഇലക്ഷൻ വേറെ ആളുകളുടെ സപ്പോർട്ടും ഒക്കെ ഈ കാൻഡിഡേറ്റ്സിന് ആവശ്യമാണ്. പക്ഷെ കയറിക്കഴിഞ്ഞാലോ അവരുടേതായിട്ടുള്ള അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് പല ഡിസിഷൻസും ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അത് ആളുകൾക്ക് ഒരു തരത്തിലുള്ള
എന്തുണ്ടാവില്ല, അപ്ലിഫ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, ഉയർച്ചയൊന്നും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയുള്ളത് റോങ് ഡിസിഷൻസിലേക്ക് മാറാം എന്ന് വെച്ചാൽ ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ അവർക്ക് തോന്നിയ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും, ഇറ്റ് ഇസ് എ റോങ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഓക്കെ, ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇലക്ട്രൽ കോമ്പറ്റീഷൻ. ഒരു മത്സരമാണ് അല്ലെ. പല രീതിയിലുള്ള പല ഇഷ്യൂസ് എടുത്തു വെച്ചിട്ടായിരിക്കും ഓരോ പാർട്ടീസ് പറയുക. ഒപ്പോസിഷൻ പാർട്ടീന്റെ പല റോങ് തിങ്സും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് തിങ്സ് എല്ലാ വിധത്തിലുള്ള ഇഷ്യൂസും ഒക്കെ പുറത്തു വിട്ടിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, വോട്ട് ചോദിക്കുക. വോട്ട് കൂടാൻ വേണ്ടി പല ട്രിക്സും അവർ യൂസ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ അഴിമതി കൂടുതലാണ് അല്ലെ. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അഴിമതി കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. And people electing their representative may be unaware of their well-being. നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ എലക്ട് ചെയ്യുന്നത് നമുക്ക് അവരുടെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ആ ആൾക്ക് വോട്ട് ചെയ്യുന്നത് അല്ലെ. അതൊരു മേജർ ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് ഡെമോക്രസിയാണ് അല്ലെ. The arguments favor for democracy. The arguments that is very positive aspects of democracy എന്തൊക്കെയാന്ന് നോക്കിയാലോ. A democratic government is always a better government since it is accountable form of government. ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഒരു ബെറ്റർ ഗവൺമെന്റ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. ഒരു നല്ല ഗവൺമെന്റ് ഫോം ചെയ്യണമെങ്കിൽ ആ ഒരു കൺട്രി എന്തായിരിക്കണം, ജനാധിപത്യ രാജ്യമായി തീരണം എന്നുള്ളതാണ്. പിന്നെ ഡെമോക്രസി ഇംപ്രൂവ്സ് ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി. ജനാധിപത്യം നിലനിൽക്കുമ്പോൾ അത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ തെരഞ്ഞെടുക്കുന്ന റെപ്രസെന്റേറ്റീവ്സ് പാർലമെന്റിൽ പോയി എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ഡെമോക്രസിന്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ്. And democracy gives a method to deal with differences and conflicts. ഒരു ജനാധിപത്യമാവുമ്പോൾ അവിടെ എന്തുണ്ടാവും, വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ സാധാരണയാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വെരി ഗുഡ് ഗവൺമെന്റ്, ബെറ്റർ ഗവൺമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ദ വാട്ട്, decision making. And third one, it gives a method to deal with differences and conflicts. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഡെമോക്രസി എൻഹാൻസസ് സിറ്റിസൺസ് ഡിഗ്നിറ്റി. നമ്മുടെ ഡിഗ്നിറ്റി നമ്മുടെ പലതരത്തിലുള്ള ഡിഗ്നിറ്റി അവർ റേസ് ചെയ്യും. സിറ്റിസൺസിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡെമോക്രസി എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന. നമ്മുടെ ജനമില്ലെങ്കിൽ ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്യില്ല അല്ലെ. ഡെമോക്രസി ഇസ് ബെറ്റർ കമ്പയർഡ് ടു അതർ ഫോംസ് ഓഫ് ഗവൺമെന്റ്. വേറെ ടൈപ്പ് ഓഫ് ഗവൺമെന്റ്, നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് അല്ലെ മക്കളെ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. എന്തൊക്കെ രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഡെമോക്രസിന്റെ ഡെഫിനിഷൻ നമ്മൾ എന്താന്ന് പറഞ്ഞു. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ത്രൂ എലക്ഷൻ, it is by the people's choice they elect their representatives അല്ലെ മക്കളെ. എന്താണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് മക്കളെ? ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പീപ്പിൾസിന്റെ ചോയ്സ് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത്. പക്ഷെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ മ്യാൻമർ അതുപോലെ സൗദി അറേബ്യയിലുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മ്യാൻമറിലെ മിലിറ്ററി റൂൾ ആയിരുന്നു, സൗദി അറേബ്യയിലെ റോയൽ ഫാമിലി മെമ്പേഴ്സ് ആണ് ഭരിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞില്ലേ. ഓക്കെ, അവിടെ എന്ന് വെച്ചാൽ ഈ രണ്ട് രാജ്യങ്ങളിലും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മക്കളെ അവിടെ ആളുകൾക്ക് എന്തില്ല, ഒരു ചോയ്സും ഇല്ല, ഒരു റോളും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. പിന്നെ എലക്റ്റഡ് ലീഡേഴ്സ്, ഇപ്പൊ പാകിസ്ഥാനില് ആരുടെ ഇതായിരുന്നു, മിലിറ്ററി റൂളാണ് അല്ലെ. ഇപ്പൊ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തില് മിലിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഇതിലായിരുന്നു അവിടുത്തെ ഗവൺമെന്റ് തന്നെ പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവായി. അങ്ങനെ 2002 ആവുമ്പോ അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ആയി 5 വർഷത്തേക്ക് എക്സിസ്റ്റ് ചെയ്തു എന്നാണ് പിന്നെ പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഒരു ഓർഡർ ഇറക്കി. എന്തിന്റെ കുറിച്ചായിരുന്നു?
എല്ലാ വിധത്തിലുള്ള നാഷണൽ ആയിക്കോട്ടെ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള അസംബ്ലീസ് ഒക്കെ അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. എല്ലാ വിധത്തിലുള്ള പവേഴ്സും ആരുടെ കയ്യിലായിരുന്നു? പാകിസ്ഥാനി ജനറൽ ആയിട്ടുള്ള മുഷറഫിന്റെയും ഓഫീസേഴ്സിന്റെയും കയ്യിലായതുകൊണ്ട് തന്നെ ഇതൊരു ഡെമോക്രാറ്റിക് ആണോ അല്ലെങ്കിൽ നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ആണോ? പാകിസ്ഥാൻ മക്കളെ പറഞ്ഞേ, ഇറ്റ് ഈസ് നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ട്രൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ട്രൽ കോമ്പറ്റീഷൻ ആണ് അല്ലെ നടക്കുന്നത്. ഇപ്പൊ ചൈനയിലും പാർലമെന്റ് മെമ്പേഴ്സിന് തെരഞ്ഞെടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ഒരു മെമ്പേഴ്സിന് നമ്മൾ പറയും കോങ്കോ റെൻമിൻ ഡായ് ബിയോ ദൌജി. ഇത് ഇൻ ഇംഗ്ലീഷ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഇലക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യണമെങ്കിൽ അവർ എന്തിലുണ്ടായിരിക്കണം? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ത് ഫോം ചെയ്യുന്നത് മക്കളെ? എന്താണ് ഫോം ചെയ്യുന്നത്? ചൈനയില് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, വാട്ട് അബൌട്ട് മെക്സിക്കോ? മെക്സിക്കോയില് എല്ലാ 6 വർഷം കൂടുമ്പോ പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ കൂടുതൽ ആർക്കാണ് മെജോറിറ്റി? ഏത് പാർട്ടിക്കാണ്? ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെവല്യൂഷണറി പാർട്ടിക്കാണെന്ന് മക്കൾ ഓർക്കണം. ഓക്കെ, എവിടെയാണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന 2 രാജ്യങ്ങളുടെ പേര് പറഞ്ഞ മക്കളെ? ഇറ്റ് ഈസ് ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. വെരി ഗുഡ്. ഓക്കെ, പിന്നെ പറഞ്ഞ 1 person 1 vote 1 value should be there അല്ലെ? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യണം ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റിൽ എന്ന് പറഞ്ഞു. പക്ഷേ 2015 വിമന് വോട്ട് ചെയ്യാനുള്ള അവകാശം സൗദി അറേബ്യയിലൊക്കെ വന്നത് അല്ലെ? പിന്നെ എസ്റ്റോണിയ എന്ന കൺട്രിയില് സിറ്റിസൺസിന് എന്താ റഷ്യൻ മൈനോറിറ്റീസിന് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ സിംബാബ്വേയിൽ 1918 അവർ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്തത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു സിംബാബ്വേയിൽ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്തത് മക്കളെ? ഇറ്റ് ഈസ് ദിയർ ലീഡർ റോബർട്ട് മുഗാബെയുടെ നേതൃത്വത്തിലായിരുന്നു, ലീഡർഷിപ്പിലായിരുന്നു. റോബർട്ട് മുഗാബെ ഏത് പാർട്ടിയിലുള്ള ആളായിരുന്നു പറഞ്ഞ മക്കളെ? ഇറ്റ് ഈസ് ഇൻ ZANU-PF പാർട്ടി. ഓക്കെ, പിന്നെന്താണ്? ഈ പ്രസിഡന്റ് മുഗാബെ യൂസ്ഡ് സം മാൽ പ്രാക്ടീസസ് അല്ലെ ഇൻ ഓർഡർ ടു ബി എലക്റ്റഡ് അല്ലെ? അതിനുവേണ്ടി പല തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് അദ്ദേഹം ചൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് പലതരത്തിലുള്ള വാഗ്വാദങ്ങളും റേഡിയോയിലും ഇലക്ഷൻസിലൊക്കെ നടക്കാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടാണെങ്കിൽ, ഏതെങ്കിലും മീഡിയസ് ഇങ്ങനെ പറയുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടാണെങ്കിൽ, മുഷറഫിന്റെ ശ്രദ്ധയിൽ പെട്ടാണെങ്കിൽ അദ്ദേഹം അതൊക്കെ ആ മീഡിയാസ് ഒക്കെ ക്ലോസ് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മക്കളെ? ഇറ്റ് ഷുഡ് ബി ദ ഡിസിഷൻസ് വെയർ ടേക്കൺ ബൈ ദ റൂളേഴ്സ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾസ് ചോയ്സ്. സെക്കൻഡ് വൺ, ചോയ്സ് ദ ഫെയർ ചോയ്സ് ഓഫ് പീപ്പിൾ ഇസ് ഇൻ ചേഞ്ചിങ് റൂളേഴ്സ് അല്ലെ? എന്ന് വെച്ചാൽ ആളുകളുടെ സിറ്റിസൺസിന്റെ കയ്യിലാണ് അവരുടെ റൂളേഴ്സിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ റൂളേഴ്സിന്റെ ഈ പീപ്പിളിന്റെ ചോയ്സ് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡീമെറിറ്റ്സ് എന്തൊക്കെയാ മക്കളെ? ഫസ്റ്റ് വൺ, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ആണ്. സെക്കൻഡ് വൺ എന്താണ്? ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗിൽ പലതരത്തിലുള്ള സ്ലോ ആണ് വരുന്നത്. സ്ലോ പ്രോസസ് ആണ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ. പിന്നെ നമ്മൾ എലക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് അധികം അറിയുന്നവരായിരിക്കില്ല. ലാക്ക് ഓഫ് നോളേജ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് can result in wrong decision making. പിന്നെന്താണ്? ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ബേസ്ഡ് അപ്പോൺ ഇലക്ട്രൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു. അത് എന്ത് കൂട്ടും എന്നാണ് പറയുന്നത് മക്കളെ? ഇറ്റ് ബ്രിങ്സ് കറപ്ഷൻ എന്നാണ് അല്ലെ പറയുന്നത്. പിന്നെ പീപ്പിൾ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മേ ബി ദേ വെയർ അൺഅവെയർ ഓഫ് ദാറ്റ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെ? നമ്മളെ എലക്ട് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സിനെ ഫുള്ള് നമ്മൾ അവരെ കുറിച്ച് പഠിച്ചിട്ടാണോ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുന്നത്? അല്ല അല്ലെ? നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ബിലോങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആ പാർട്ടീനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരുണ്ട്. ചിലവര് ആരാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്ന പലതരത്തിലുള്ള സഹായങ്ങൾ അങ്ങനെ നോക്കി ചെയ്യുന്നവരും ഉണ്ട് അല്ലെ? ചിലവര് ആർക്കും ചെയ്യാതെ നോട്ടൊക്കെ നെക്കി പോരുന്നവരും ഉണ്ട് അല്ലെ? ഓക്കെ,
പിന്നെന്താ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ഡെമോക്രസി ആണ് നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് മക്കളെ? ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്, ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് അല്ലെ. പിന്നെ ഡെമോക്രസി എന്ത് ഇംപ്രൂവ് ചെയ്യും? ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ ഡെമോക്രസി ഗീവ്സ് എ മെത്തേഡ് ടു ഡീൽ വിത്ത് ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. എല്ലാ വിധത്തിലുള്ള ഡിഫറൻസസും കോൺഫ്ലിക്ട്സും എവിടെ എക്സിസ്റ്റ് ചെയ്യും? ഡെമോക്രസിയിൽ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ and democracy that increases the citizens' dignity. And fourth one, it is democracy is better when we compare to non-democratic government. അല്ലെ, ഇത്തരം ഫീച്ചേഴ്സ് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഈ ഒരു ഡെമോക്രസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പോവുക കേട്ടോ. താങ്ക് യു.